Hi all, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ S3EC സ്റ്റുഡൻസിന്റെ സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് ലാബിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സൈലാബിന്റെ സിലബസ് ആണ്. അപ്പം അത് പൈത്തൺ ആൻഡ് ഗൂഗിൾ കൊലാബ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം പൈത്തൺ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഇതുപോലെ കോംപ്ലക്സ് പ്രോബ്ലത്തിനാണെങ്കിൽ ക്യാൻ ബി ഡൺ വിത്ത് വെരി ലെസ് ടൈം. ഇപ്പോഴത്തെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പൈത്തൺ പ്രോഗ്രാം. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലെസ് ടൈം വെച്ചിട്ട് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും കോംപ്ലക്സ് പ്രോബ്ലംസ്. അതുപോലെ ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് അതുപോലത്തുള്ള ഇവോൾവിംഗ് ആയിട്ടുള്ള ഏരിയയും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പൈത്തൺ ലാംഗ്വേജ് ആണ്. ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഒരു ഹൈ കമ്മ്യൂണിറ്റി ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അനദർ സ്പെഷ്യാലിറ്റി ഓഫ് പൈത്തൺ എന്ന് പറയുന്നത് അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് പൈത്തണിനാണെങ്കിൽ ഗൂഗിൾ കൊലാബ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഗൂഗിൾ കൊലാബ് എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് ബേസ്ഡ് എൻവയോൺമെന്റ് ആണ് ഫോർ റണ്ണിങ് പൈത്തൺ കോഡ്. അപ്പോൾ അതും ഒരു ഫ്രീ ഓൺലൈൻ ടൂളാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈത്തണിൻ്റെ ലൈബ്രറീസ് അത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ വേണ്ട ലൈബ്രറീസ് നമുക്ക് പ്രോഗ്രാമിംഗ് സമയത്ത് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഡൗൺലോഡിങ്ങും ഇൻസ്റ്റലേഷനും ഒന്നും വേണ്ട. ഗൂഗിൾ കൊലാബും ഒരു ഓപ്പൺ സോഴ്സ് കൊളാബറേറ്ററി എൻവയോൺമെന്റ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ സേവ് ചെയ്യുന്നത് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് സേവ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫയല് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗൂഗിൾ കൊലാബിൽ ഒരു പവർഫുൾ GPU ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റും ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് സിസ്റ്റത്തിൻ്റെ പ്രോസസ്സർ യൂസ് ചെയ്യാതെ ഓൺലൈനായിട്ട് ഈ ഗൂഗിൾ കൊലാബ് പ്രൊവൈഡ് ചെയ്യുന്ന GPU യൂസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാംസ് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറേ കൊളാബറേറ്ററി ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ കൊലാബ് യൂസ് ചെയ്ത് നമുക്ക് ലൈവ് കോഡിങ് ആൻഡ് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പം കൊലാബ് ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ കൊലാബ് എടുക്കുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ google.com ടൈപ്പ് ചെയ്യുക. അതിൽ ഗൂഗിൾ കൊലാബ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ കൊലാബ്. അപ്പം വെൽക്കം ടു കൊളാബറേറ്ററി എന്ന് പറഞ്ഞ ഒരു ടാബ് വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഗൂഗിൾ കൊലാബ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മെയിൽ വഴിയാണ് സൈൻ ഇൻ ചെയ്യുന്നത്. ഞാൻ ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ വെൽക്കം ടു കൊളാബറേറ്ററി, അതുപോലെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ താഴെ പ്ലസ് ന്യൂ നോട്ട്ബുക്ക്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഗൂഗിൾ കൊലാബിൻ്റെ. ഇതിനകത്ത് ഫയൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇത് IPYNB ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്ക് ഒരു നെയിം കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്താൽ മതി. ഞാനിപ്പോൾ demo1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് demo1 എന്നും പറഞ്ഞ് അത് സേവ് ആയിക്കോളും. അത് നമ്മുടെ ഡ്രൈവിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഗൂഗിൾ കൊലാബ് ഡ്രൈവിലാണ് സേവ് ആവുന്നത്. അപ്പോൾ ഡ്രൈവ് വഴി നമുക്ക് ഈസി ആയിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ വഴിയായിരിക്കും ഈ കൊലാബ് ഓപ്പൺ ആയി വരുന്നത്. ഇനി ഇതിനകത്ത് രണ്ട് കോഡ്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് വരുന്നത്. സെക്ഷൻസോ ഹെഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് വഴി കൊടുക്കാം. കോഡിലാണ് നമ്മൾ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്ലേ പോലത്തുള്ള വരുന്നത് കോഡിൻ്റെ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ടെക്സ്റ്റ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഇതുപോലൊരു ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ BTech മെഡിസിൻ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് BTech മെഡിസിൻ ടൈപ്പ് ചെയ്ത് തരും. ഇനി കോഡാണെങ്കിൽ ജസ്റ്റ് കോഡ് എന്നുള്ളത് ചെയ്യുക. ഇത് ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. പൈത്തണിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിന്റ് സിംഗിൾ കോട്ടിൽ പ്രിന്റ് ചെയ്യേണ്ട ടൈപ്പ് ചെയ്താൽ മതി. സൈലാബ് ആണെങ്കിൽ സൈലാബ് പ്രിന്റ് സൈലാബ് സിംഗിൾ കോട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത്
ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഈ റൈറ്റ് ടോപ്പ് സൈഡിൽ. അത് ഈ ഗൂഗിൾ കൊളാബിൻ്റെ റാം അത് യൂസ് ചെയ്താണ് റൺ ചെയ്യുന്നത്. പിന്നെ അതുണ്ട് റാമിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്, പൈത്തൺ 3. അതുപോലെ നമ്മളെ പ്രോഗ്രാം കൂടുന്നതനുസരിച്ചിട്ട് അത് ഫ്രീ ആയിട്ട് അതിൻ്റെ റാമും അതുപോലെ TPUവും ഗ്രാഫിക്കൽ പ്രോസസർ യൂണിറ്റ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇതിനകത്ത് പ്രിന്റ് സിംഗിൾ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്ത് വരും. ഇനി നമുക്ക് ഇവിടെയുണ്ട് അതുണ്ട് കോഡ് ടെക്സ്റ്റ് എന്നുള്ളത്. ടെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ആയി വരും. ഈ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അപ്പ് ആരോ ഡൗൺ ആരോ ഉണ്ട്, വേണമെങ്കിൽ അത് അപ്പിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും സെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഹാഷ് ഇപ്പം എക്സ്പെരിമെൻറ്റ് 1 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് 1 ത്തേക്ക് അതൊരു സെക്ഷനായിട്ട് വരും. കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെക്ഷനായിട്ട് നമുക്ക് അതിൻ്റെ അണ്ടറിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹാഷ് കൊടുത്താൽ മതി. അപ്പം ഇതാണ് ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയി വരുമ്പം ജസ്റ്റ് അതിനകത്ത് നെയിം കൊടുക്കാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് കോഡ് ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനും അതുപോലെ കോഡ് ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യാം. പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്. അതുപോലെ ഇതിനകത്ത് നമുക്ക് ഈ ഗൂഗിൾ കൊളാബിൻ്റെ റാമും അതുപോലെ TPU ഒക്കെ നമുക്ക് റൺ ടൈമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് സേവ് ആവുന്നത് IPYNB ഫയലായിട്ട് നമ്മളെ ഗൂഗിൾ ഡ്രൈവിലാണ് സേവ് ആവുന്നത്. ഞാൻ ഡ്രൈവ് കാണിക്കാം. അപ്പം ഞാൻ നമ്മളിപ്പം ചെയ്ത ഫയല് ഡ്രൈവിൽ കാണിക്കാം. ഡെമോ 1 എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഡ്രൈവിൽ അത് ഓപ്പണായി ഓട്ടോമാറ്റിക്കലി സേവ് ആയിട്ട് വരും. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതാണ്, ഗൂഗിൾ ഡ്രൈവിൽ ഓപ്പണായി. അതുപോലെ ഇവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ഗൂഗിൾ കൊലാബും അതുപോലെ പൈത്തണിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ പൈത്തണ് ഇപ്പം കോമൺലി യൂസ് ചെയ്യുന്ന വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓപ്പൺ സോഴ്സ് ആണ്. അത് വളരെ ലെസ് ടൈമിൽ കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഗൂഗിൾ കൊലാബ് എന്ന് പറയുന്നത് അത് ഒരു ക്ലൗഡ് ബേസ്ഡ് എൻവയോൺമെൻ്റ് ആണ്, ഫ്രീ ഓൺലൈൻ ടൂൾ ആണ്. അപ്പോൾ അതിനകത്ത് പൈത്തണിൻ്റെ ലൈബ്രറീസ് അവൈലബിൾ ആണ്. ലൈവ് കോഡിങ്ങും എഡിറ്റിങ്ങും ചെയ്യാൻ പറ്റും. അതുപോലെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്നതുകൊണ്ട് കൊളാബറേറ്റീവ് ഫീച്ചേഴ്സ്